ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഋതിക മാഡത്തിന് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഓ, നിനക്ക് നാക്കുണ്ടോ? അത് ഞങ്ങൾക്കാർക്കും വേണ്ടി പൊങ്ങുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഋതികയെ പറഞ്ഞപ്പോ നാക്ക് പൊങ്ങുകയും ചെയ്തു. അമ്മേ, നല്ല ക്യാരറ്റ് 1 കിലോ കൂടി വാങ്ങിക്കായിരുന്നു. മേടിക്കാലോ, എന്ത് വേണേലും മേടിക്കാം. കാരണം ക്യാഷ് കൊടുക്കുന്ന നീയല്ലേ. തുണിയൊക്കെ ഉണങ്ങിയരാതമ്മേ. ജയ, ഈ മഴ സമയത്ത് ഡ്രസ്സ് കഴുകി ഉണക്കി എടുക്കാന്നുള്ളത് കുറച്ച് പാടുള്ള പണി തന്നെയാ. ആദ്യമേ ഞാനും പറയാൻ വന്നേ, ഈ മഴയത്തെ മരങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടാ ഈ തുണികളൊക്കെ പെട്ടെന്ന് ഉണങ്ങാതെ. കാരണം മഴ നിന്നാലും മരത്തിൽ നിന്ന് തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കും. ഇതെല്ലാം നീ പറഞ്ഞിട്ട് വേണമല്ലോ ഞാൻ അറിയാൻ. അല്ല പ്രിയ, നമുക്ക് ഈ മരങ്ങളൊക്കെ വെട്ടി വിറ്റ് കഴിഞ്ഞാലേ കുറേ കാശ് കിട്ടും. തുണി ഉണക്കുകയും ചെയ്യാം, ഇത്രയും കഷ്ടപ്പാടുണ്ടാവൂല. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? സൂപ്പർ. നമുക്ക് ചെയ്താലോ രാധമ്മേ? ജയ, എന്തു പറഞ്ഞാലും വിൽക്കാന്നല്ലാതെ വേറെ ഒരു വാക്ക് നിന്റെ വായിന്ന് വരില്ലേ. ഇത് വാടക വീടാ. ഇവിടുള്ള ഒരു സാധനത്തിലും നിന്റെ കണ്ണു വെച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്തെങ്കിലും വെട്ടി വിൽക്കണമെങ്കിൽ അതൊക്കെ സ്വന്തമായിട്ട് വീടും പറമ്പും ഒക്കെ വാങ്ങിയിട്ട് ആ പറമ്പിൽ നിന്ന് വെട്ടി വിറ്റാ മതി. പുച്ചിസ്റ്റ്, അൾട്ടിമേറ്റ് പുച്ഛം. എന്റെ നമ്പർ വരും, അന്ന് ഇതിന് മറുപടി തന്നോളാം. എന്താ ഇവിടെ ഒരു സംസാരം? വേണോട്ടാ, ഈ ജയം പറയുവാ ഇവിടുള്ള മരമൊക്കെ വെട്ടി വിൽക്കാന്ന്. അത് നല്ലൊരു ഐഡിയ ആണല്ലോടോ ജയ. രാധെ, നീ എന്തിനാടി അവനെ നിരുത്സാഹപ്പെട്ടത്? കടാ, അച്ഛന് കാര്യം മനസ്സിലായി. ഇതിനെയാണ് സെയിം വൈബ് എന്നൊക്കെ പറയുന്നത്. കടാ, രാധമ്മയ്ക്ക് മനസ്സിലായോ? വൈബ് മരുമോനെ, നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്യാം. എന്താ അച്ഛാ? ഓരോ മാസവും നമുക്ക് ഓരോ വാടക വീട് മാറാം. എന്നിട്ട് അവിടെയുള്ള മരങ്ങൾ ആദ്യം മുറിച്ചു വെക്കണം. അത് കഴിഞ്ഞ് അവിടുത്തെ കിണറ്റിലെ വെള്ളം ഊറ്റി വെക്കണം. പിന്നെ വീടിന്റെ കല്ല്, ഓട്, ഭിത്തി പൊളിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കട്ടില, ജനാല, അങ്ങനെ എല്ലാം നമുക്ക് വിൽക്കണം. എന്നിട്ട് അടുത്ത വീട്. അങ്ങനെ ചെയ്ത അടിപൊളിയായിരിക്കില്ലേ? ഊതിയതാണല്ലേ? മനസ്സിലായല്ലേ? ഓ, ഒരു നിമിഷത്തേക്ക് നിങ്ങളൊരു വൈബ് തന്നെയാണെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് തെറ്റുപറ്റി. തന്ത വൈബ് എന്ന് തന്ത വൈബ് തന്നെ. രാജുവിന്റെ കൂടെ മേഡം വരുന്നത് എനിക്കറിയാം എന്തിനാ വരുന്നതെന്ന്. അത് അവളോട് തന്നെ ചോദിക്കണം. ഈ ബാധ ഒഴിഞ്ഞു പോകുന്നില്ലല്ലോ. വീണ്ടും വീട്ടിങ്ങനെ കയറി വന്ന അത് ശരിയാവില്ല. ഈ ഗ്യാപ്പിന്ന് രമ്യയുടെ കയ്യിൽ നിന്ന് കുറച്ച് കാശപ്പിക്കണമെന്ന് വിചാരിച്ചതാ. ഈ വരവ് നിർത്തിച്ചേ പറ്റൂ. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? അതെന്താ രാധമ്മേ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ? അല്ല, അത് മുഖത്തൊക്കെ പറയാൻ പറ്റാത്തോണ്ടായിരിക്കും രാധമ്മ ഒന്നും മിണ്ടാതെ വയ്ക്കുന്നത്. അല്ല രാധമ്മേ? അതെ, ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാനും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷനില്ല. സത്യം പറഞ്ഞ മേഡം ഇപ്പൊ കാണിക്കുന്നതേ ഭയങ്കര മോശം പരിപാടിയാണ്. ഇങ്ങനെ ബന്ധമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഇവിടെ നിറങ്ങി പോയിട്ട് രാജുവിനുടെ ബൈക്കിൽ കയറി ഇങ്ങനെ കറങ്ങുന്നത് എന്തിനാ? ആള്
ആൾക്കാർ കണ്ട എന്താ പറയാ? നിങ്ങളൊക്കെ വലിയ വലിയ ആൾക്കാരാ, അന്തസ്സും അഭിമാനമൊക്കെ ഉള്ളവര്. ആ അന്തസ്സും അഭിമാനവും പ്രവൃത്തിയിൽ കൂടി കാണിക്കണം. ഡാ, നീ ഒന്ന് നിർത്ത്. സാഹചര്യം മനസ്സിലാക്കി വേണം സംസാരിക്കാൻ. തന്ത വൈബേ, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ. ഒരു ഫ്ലോയിൽ സംസാരിച്ചു വരുമ്പോ അതിനിടെ കയറരുത്. ആ, അപ്പൊ പറഞ്ഞു വന്നത്, അതേ അന്തസ് അഭിമാനവും ഞങ്ങൾക്കുണ്ട്. സത്യം പറഞ്ഞ നിങ്ങളൊക്കെ കാരണതല്ലേ പോയി കിടക്കാൻ. അതൊന്ന് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും തരികടയായിട്ട് വരല്ലേ മേഡം? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനൊന്നും മനസ്സിൽ കരുതിയിട്ടല്ല വന്നത്. നിങ്ങളെയൊക്കെ ഒന്ന് കാണാലോ എന്ന് കരുതി വന്നത്. രാധമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ വന്നത്. അതിന്റെ ആവശ്യമൊന്നും ഇല്ല ഋതികെ. ഓരോന്നിനും ഓരോ ലിമിറ്റൊക്കെ ഉണ്ട്. അതും കഴിഞ്ഞ് ഓരോന്നിങ്ങനെ ചെയ്തോണ്ടിരുന്നാലേ ആരായാലും പ്രതികരിക്കും. പ്രിയച്ചി, അതുകൊണ്ട് ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഇതൊരു അപേക്ഷയാ. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ മാഡം. ചേച്ചി, ഋതിക മാഡത്തിന് ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഓ, നിനക്ക് നാക്കുണ്ടോ? അത് ഞങ്ങൾക്കാർക്കും വേണ്ടി പൊങ്ങുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഋതികയെ പറഞ്ഞപ്പോ നാക്ക് പൊങ്ങുകയും ചെയ്തു. ഇതിലും ഭേദമേ നീ വല്ലം. ഞാനൊന്നും പറയുന്നില്ല. വേണ്ട രാജു, ഞാൻ പൊയ്ക്കോളാം. മാഡം, എനിക്ക് വേണ്ടി രാജു ഒന്നും പറയണ്ട. ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി വരില്ല. മാഡം, പോട്ടെ. അടി. മോളെ, അല്ല മോൾ എന്താ എന്നോട് പറയാമെന്ന്? അത് പിന്നീടൊരിക്കലാവാ രാധമ്മേ. ഇപ്പോ ഞാൻ പോവാ. എങ്ങനെ പിരിഞ്ഞു പോയാലും പിന്നെ വരുമുണ്ട്. ഇവള് സത്യം പറഞ്ഞ മിനിസ്റ്റർ മോളോ അതുപോലെ പച്ചക്കമ്പനി മുതലാളിയുടെ മോളോ?